ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിലെ എല്ലായിടത്തും മഴയാണ്. ഇപ്പം ശരിക്കും മഴയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം ക്രമീകരിക്കുന്നത്. ഇപ്പം എനിക്കാണെങ്കിൽ പുറത്ത് പോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഞാൻ മഴ കാരണം മാറ്റിവെക്കും. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്നത് മഴയാണ്. പക്ഷേ മഴയത്തും ചില അത്യാവശ്യ സംഭവങ്ങൾ വാങ്ങിക്കാനും പിടിക്കാനും ഒക്കെ അന്യഗ്രഹ ജീവികൾ പോകുന്ന പോലെയൊക്കെയാണ് പോകുന്നത് ഞാനും എൻ്റെ ഫാദർജിയും. പിന്നെ ഈ വീഡിയോ എടുത്ത സമയത്ത് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോസൊക്കെ എടുക്കേണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരത്തേന് മഴ മാറി നിന്ന സമയത്ത് നമ്മൾ പുറത്ത് ചാടി നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഇനി എൻ്റെ വീഡിയോയുടെ ഹൈലൈറ്റിലേക്ക് കടക്കുകയാണ്. ഞാൻ നമ്മുടെ അഹാനയുടെ വ്ളോഗ് കണ്ടിരുന്നു. അഹാന മാംഗോ ട്രിഫിൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. സോ അഹാന ഇൻസ്പയർഡ് മാംഗോ ട്രിഫിൾ പുഡിംഗ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഹൈലൈറ്റ്. അതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2, 4, 5, 6 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങ കേട്ടോ, നല്ല പഴുത്ത മാങ്ങ. അത് അഹാന അതിൽ ക്യൂബായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു ഒരു ബൗളിൽ. പക്ഷേ ഞാൻ ക്യൂബായിട്ട് അരിയാൻ ശ്രമിച്ചു, പക്ഷേ ഒരുപാട് പഴുത്തത് കാരണം അത് പൾപ്പായിട്ട് പോയി. സോ അത് ഞാൻ എന്ത് ചെയ്തു, ആ ഹോൾ 5-6 മാങ്ങ ഞാൻ പൾപ്പായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്താ പറയുക, അഹാന അതിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്. വീറ്റ് ബ്രെഡ്, വാൾനട്ട്, ക്രഷ് വാൾനട്ടൊക്കെ. പക്ഷെ ഞാൻ നോർമൽ കേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മാർബിൾ കേക്ക് പോലെ തന്നെ ഒരു മഞ്ഞ കളറിലെ കേക്ക് ഉണ്ടല്ലോ, സൈഡ് ബ്രൗൺ ഉള്ള. സോ ആ കേക്കും പിന്നെ ഹണി ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാൾനട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ അവിടെ നട്ട്സൊന്നും ആർക്കും ഇഷ്ടമല്ല. അപ്പം 5-6 പഴുത്ത മാമ്പഴം ഞാൻ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്, പൾപ്പ്. പിന്നെ കോക്കനട്ട് പൗഡർ. ഈ തവി കണ്ടില്ലേ, ഈ തവിക്ക് 3 തവി, ഇതുപോലത്തെ 3 തവി ആണ് കോക്കനട്ട് പൗഡർ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 ഗ്ലാസ് വാം വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഈ കോക്കനട്ട് പൗഡറിൻ്റെ ഒക്കെ പരിപാടി ഞാൻ ആദ്യമായിട്ടാട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ അവസാനം എന്താകുമെന്ന് എനിക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഇത് വെറും ട്രൈ ആയിരുന്നു. എന്തായാലും എനിക്ക് അഹാനയുടെ ആ വ്ലോഗ് കണ്ടിട്ട് എനിക്കത് ഉണ്ടാക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കാരണം ഞാൻ അഹാനയിൽ ഇൻസ്പയർഡായിട്ട് ഞാനിത് ചെയ്യുകയാണ്. എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് സീ, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെയാണല്ലോ അല്ലേ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫാദർജിയും മദർജിയൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അടുക്കള ഒരു പരീക്ഷണശാലയാക്കി വല്ല പൊട്ടിത്തെറി ഉണ്ടോ എന്നറിയാം. പക്ഷേ ഗ്യാസ് കത്തിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സെറ്റിങ്സാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പം നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു 5-6 മാമ്പഴം നന്നായിട്ട് പൾപ്പാക്കി വെച്ചത്, പിന്നെ 3 ഈ തവി ഉണ്ടല്ലോ, ഇതിൻ്റെ അളവിൽ 3 തവി പൗഡർ, കോക്കനട്ട് പൗഡറും 1.5 കപ്പ് വെള്ളം നന്നായിട്ട് ചേർത്ത് ചാലിച്ചെടുക്കണം. അപ്പം അതിന് കുറച്ച് ലൂസ് പരിവായിരിക്കും വരിക, തിക്നെസ് അല്ല, ലൂസായിട്ട് തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തു, കുറച്ച് ഹണി ആഡ് ചെയ്തു. അപ്പം സെറ്റ്. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം തേങ്ങാപ്പാലും മാമ്പഴം എന്ത് കോമ്പിനേഷനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കോമ്പിനേഷൻ കാണുന്നത് തന്നെ. ഇതാണ് ഞാൻ വാങ്ങിച്ച കേക്ക്. ഇതിന് പകരം വീറ്റ് ബ്രെഡാണ് അഹാന യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ആ വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ 2 പാക്കറ്റ് ആട്ടോ ഞാൻ വാങ്ങിച്ചത്. ഈ ബ്രെഡ് തികയത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, കേക്ക്. അപ്പോൾ കേക്ക് 2 പാക്കറ്റാണ് വാങ്ങിച്ചത്, തികയത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ തികഞ്ഞു കേട്ടോ. ഒറ്റ പാക്കറ്റ് കേക്ക് ഞാൻ ഇതുപോലെ ഓരോ പീസ് ക്യൂബായിട്ട് ഒടിച്ചെടുത്തു. എന്നിട്ട് ഞാൻ ഈ കണ്ടെയ്നർ, അഹാന ഇതുപോലെ ഒരു കണ്ടെയ്നറാണ്, ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് ഉണ്ടാക്കിയത്. സോ ഞാനും അതുപോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നർ എടുത്തു. എന്നിട്ട് ആദ്യമേ തന്നെ നമ്മളിങ്ങനെ പൾപ്പ് ആക്കി വെച്ചിട്ടുള്ള മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴം ഇതുപോലെ ആദ്യത്തെ ഒരു ലെയർ സെറ്റാക്കിയിട്ട് ഇതുപോലെ ടാബ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് 1 by 1 ഈച്ചായിട്ട് നമ്മൾ കേക്ക് ഇതുപോലെ അടുക്കി വെച്ചു കൊടുത്തു. ഞാൻ വളരെ പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഓരോ കേക്കിൻ്റെ മൂല ഒരു ഗ്യാപ്പ് വന്നാൽ അപ്പം ടെൻഷൻ കയറും. അയ്യോ, അവിടെ അത്ര ഗ്യാപ്പ് വന്നു, ഇനി എന്ത് ചെയ്യും? സോ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ആ ഗ്യാപ്പിലോട്ടൊക്കെ കുറച്ച് മാമ്പഴത്തിൻ്റെ പൾപ്പുണ്ടല്ലോ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അതങ്ങനെ ഫില്ലാവും. അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ആ വീഡിയോ ഞാൻ എടുത്തില്ല. എഡിറ്റ് ചെയ്യുന്ന വഴിക്ക് അതങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി.
സോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ അപ്പം മാമ്പഴപ്പൾപ്പ് ആദ്യത്തെ ലെയർ അതിൻ്റെ പുറത്ത് അടുക്കി വെച്ച കേക്ക്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഈ തേങ്ങാപ്പാലിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം അത് വായി വെച്ചിട്ട് വെളിച്ചെണ്ണ എടുത്ത് കുടിക്കുന്ന ഒരു ഫീലിംഗ് തോന്നി, വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ചെയ്യുന്ന പോലെ തോന്നി. സോ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തത്. അപ്പം ഉപ്പ് ആഡ് ചെയ്തപ്പോൾ ആ ടേസ്റ്റ് പോയി കിട്ടി. സോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹണിയും കൂടെ ആഡ് ചെയ്തപ്പം ആ തേങ്ങാപ്പാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി. സോ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇതുപോലെ കേക്കിൻ്റെ പുറത്തിങ്ങനെ ഒഴിച്ചു കൊടുത്തു. സോ അതിൻ്റെ പുറത്താണ് ഇനി നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നെക്സ്റ്റ് ലെയർ ഇതുപോലെ ഇട്ട് കൊടുക്കും. മാംഗോ പൾപ്പ്, കേക്ക്, തേങ്ങാപ്പാൽ, വീണ്ടും മാംഗോ പൾപ്പ്, കേക്ക്, തേങ്ങാപ്പാൽ. അങ്ങനെ ആ കണ്ടെയ്നറിൽ 2 ലെയറിലാക്കിയിട്ട് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് എന്താ വെച്ചാൽ എൻ്റെ എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ ഉള്ള ഗ്യാപ്പ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ഗ്യാപ്പ് ഒക്കെ വന്ന സ്ഥലത്ത് ഞാൻ കുറച്ച് പൾപ്പ് ആഡ് ചെയ്ത് കൊടുത്തു എന്ന്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സീനായിരുന്നു കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. സോ നമ്മുടെ ഫൈനലായിട്ട് സംഭവം ഇങ്ങനെ സെറ്റായിട്ട് വന്നു. അഹാനയുടെ വ്ളോഗിൽ ഏറ്റവും ലാസ്റ്റിൽ ഫസ്റ്റ് ലെയറിൽ ക്രഷ്ഡ് വാൾനട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. എനിക്ക് ക്രഷ്ഡ് നമ്മുടെ കാഷ്യൂനട്ട് കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അത് ഓവറായി ചളവാകുമോ എന്നൊരു സംശയം തോന്നിയപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഹണി അങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഹണിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പം ചില സമയത്ത് എനിക്ക് എന്തോ ഞാൻ തന്നെ ഇട്ട ക്രഷ്ഡ് ചില സമയങ്ങളിൽ ഞാൻ ചില കാര്യങ്ങളിൽ ഈ കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കും. എനിക്ക് എന്തോ അവസാനം അത് പാളിപ്പോകുന്ന പോലെ ഒരു തോന്നൽ വരും. സോ ഇതെനിക്ക് ആ തോന്നൽ വരാതിരിക്കാൻ ഞാൻ ആ കാഷ്യൂനട്ട് ആ പരിപാടി ഒഴിവാക്കി. സോ ഉള്ള ഹണിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഫസ്റ്റ് ലെയറിൽ ഹണി ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ട് ഞാൻ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചു. ക്ലോസ്ഡ് ആക്കിയിട്ടോ ഞാൻ വെച്ചത്. ക്ലോസ്ഡ് മീൻസ് ക്ലോസ്ഡ് ആയിട്ട് നമ്മുടെ ആ അടപ്പ് വെച്ച് മൂടിയാണ് വെച്ചത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല. സോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേനും ഫ്രീസറിൽ വെക്കുമ്പം മൂടി വെക്കുക കേട്ടോ. ഇപ്പം ഞാൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അത് ഞാൻ ശ്രമിച്ചതല്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴ കാരണം, മഴയുടെ ഹെവി മഴയാണ്. ആ ഹെവി മഴ കാരണം ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. അയ്യോ, ശബ്ദം ഒട്ടും പുറത്തോട്ട് വരുന്നില്ല. സോ ഗൈസ്, അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നോക്ക്, ഐസ്ലൻഡിൽ നിന്ന് എന്തോ ഒരു സാധനം പുറത്തു പോകുന്ന പോലെ ഉണ്ടല്ലേ. എൻ്റെ ഫ്രിഡ്ജിൻ്റെ അകം നോക്ക്. ഫൈനൽ പ്രൊഡക്റ്റാണ് ഗൈസ്. സി, എനിക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഫ്ലോപ്പായോ അല്ലയോ എന്ന് അറിയണമല്ലോ. ഫ്ലോപ്പായാലും അല്ലെങ്കിലും ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യമായിരുന്നു. എന്നെ റിസൾട്ടാണെന്ന് പറഞ്ഞാലും ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ ഗൈസ്, എനിക്ക് എന്നോട് തന്നെ മതിപ്പ് തോന്നി. ഇറ്റ് വാസ് ഗുഡ്.